ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ +2 ഇംഗ്ലീഷിലെ 2024 ചോദിച്ച 4 മാർക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദറ്റ് ഫോളോ. ഇവിടെ ഒരു സ്റ്റാൻസ തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് താഴെ കൊടുത്തേക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എഴുതണം. Oh, just another kind of outdoor game, one on a side. It comes to little more. There, where it is we do not need the wall. He is all pine and I am apple orchard. My apple trees will never get across and eat the corns under his pines, I tell him. ഇത് നമുക്ക് പഠിക്കാനുള്ളൊരു പോയിട്രിയാണ് അല്ലേ? ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഈ പോയിട്രി ആരെഴുതിയതാണെന്നാണ് അടുത്തത് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5th ക്വസ്റ്റ്യനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. എന്താ? നെയിം ദ പോയം ആൻഡ് ദ പോയറ്റ്. ഇത് ഏത് പോയമാണ്? പോയറ്റ് ആരാണ്? ഏത് പോയട്രിയാണിത്? മെൻഡിങ് വാൾ. മെൻഡിങ് വാൾ എന്ന് പറയുന്ന പോയട്രിയാണ്. ആരാണ് പോയറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? റോബർട്ട് ഫ്രോസ്റ്റ്. അപ്പോൾ 5th ക്വസ്റ്റ്യൻ ആൻസർ മെൻഡിങ് വാൾ ആൻഡ് റോബർട്ട് ഫ്രോസ്റ്റ് എന്നാണ്. 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എൻ ഔട്ട്ഡോർ ഗെയിം. ഇവിടെ ഫസ്റ്റ് ലൈനിൽ തന്നെ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഔട്ട്ഡോർ ഗെയിം എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് എന്തിനെയാണെന്നാണ് ചോദ്യം. അപ്പോൾ ഔട്ട്ഡോർ ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെ പുറത്ത് നമ്മൾ കളിക്കുന്ന ഗെയിംസാണ് ഔട്ട്ഡോർ ഗെയിംസ്. വീടിൻ്റെ അകത്ത് കളിക്കുന്ന ഗെയിംസിനെ ഇൻഡോർ ഗെയിംസ് എന്നും പറയും. ഇവിടെ ഔട്ട്ഡോർ ഗെയിം എന്ന് പോയിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് മെൻഡിങ് ഓർ റിപ്പയറിങ് ഓഫ് ദി വാളിനെയാണ്. മെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നാക്കുക, റിപ്പയർ ചെയ്യുക എന്നാണ് മീനിങ്. ഇവിടെ ഔട്ട്ഡോർ ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെ തന്നെയാണ്. വാൾസ് നന്നാക്കുക, മതിലുകളെ നന്നാക്കുന്നത്, റിപ്പയർ ചെയ്യുന്നതിനെയാണ് ഔട്ട്ഡോർ ഗെയിം എന്ന് പോയിട്ട് പറഞ്ഞത്. 6th വൺ പറഞ്ഞു. 7th വൺ നോക്കാം. വൈ ഡസ് ദ പോയറ്റ് സേ ദാറ്റ് ദർ ഇസ് നോ നീഡ് ഫോർ എ വാൾ. പോയറ്റ് ഇവിടെ വാളിൻ്റെ ആവശ്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇവിടെ 3rd ലൈനിലാണ് അത് പറയുന്നത്. ദെയർ വേർ ഇറ്റ് ഇസ് വി ഡു നോട്ട് നീഡ് ദ വാൾ. വാൾ ആവശ്യമില്ല എന്ന് 3rd ലൈനിൽ പറയുന്നുണ്ട്. റീസൺസ് അടുത്ത വരികളിൽ പറയുന്നുണ്ട്. ഹീ ഈസ് ഓൾ പൈൻ ആൻഡ് ഐ എം ആപ്പിൾ ഓർച്ചാർഡ്. അതായത് ഹി ഈസ് എന്ന് ഉദ്ദേശിക്കുന്നത് പോയിറ്റിൻ്റെ നെയ്ബറിനെയാണ്. നെയ്ബറിൻ്റെ ഏരിയയിൽ പൈൻ ട്രീസ് ആണ്, പോയിറ്റിൻ്റെ ഏരിയയിൽ ആപ്പിൾ ഓർച്ചാർഡ്, ആപ്പിളിൻ്റെ തോട്ടവുമാണ്. മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് എക്രോസ്. എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും കടന്ന് ചെല്ലില്ല. എന്തിന്? ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. പോയിറ്റിൻ്റെ നെയ്ബറിൻ്റെ ഏരിയയിലുള്ള പൈൻസിൽ നിന്ന് കോൺസ് തിന്നാൻ വേണ്ടിയിട്ട് എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും അങ്ങോട്ടേക്ക് കടന്ന് ചെല്ലില്ല, ഐ ടെൽ ഹിം എന്ന് പോയിറ്റിൻ്റെ നെയ്ബറിനോട് പറഞ്ഞിട്ടുണ്ട്. സോ ഇതുകൊണ്ടാണ് ഇവിടെ മതിലിൻ്റെ ആവശ്യമില്ലാത്തത്. ഇവിടെ നോക്കാം. നെയ്ബേഴ്സ് ഏരിയ ഇസ് കവേർഡ് വിത്ത് പൈൻ ട്രീസ് ആൻഡ് പോയിറ്റ്സ് ഏരിയ ഇസ് ഫുൾ ഓഫ് ആപ്പിൾ ട്രീസ്. ദ പോയിറ്റ്സ് ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗോ ടു നെയ്ബേഴ്സ് ഏരിയ ടു ഈറ്റ് ദ കോൺസ് ഓഫ് ഹിസ് പൈൻസ്. ഇവിടെ നിന്ന് ആപ്പിൾ ട്രീസ് നടന്നു ചെന്ന് പൈൻസ് മരത്തിൽ നിന്ന് കോൺസ് തിന്നില്ല. അതുകൊണ്ടാണ് ഇവർക്ക് വാള്, മതിലിൻ്റെ ആവശ്യം ഇല്ലാത്തത് എന്നാണ് പോയിറ്റിൻ്റെ നെയ്ബറിനോട് പറഞ്ഞത്. പിക്ക് ഔട്ട് ദി ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ ദ ലാസ്റ്റ് 2 ലൈൻസ്. ഈ ലാസ്റ്റ് 2 വരികളിലും ഒരു ഫിഗർ ഓഫ് സ്പീച്ച് ഉണ്ട്. അതേതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ട്രീസ് നടന്നു ചെന്ന്, അതായത് ആപ്പിൾ ട്രീ നടന്നു ചെന്ന് കോൺ പറിച്ച് തിന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരിക്കലും ആപ്പിൾ ട്രീസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല അല്ലേ? നമുക്കറിയാം, മനുഷ്യന്മാരാണ് അപ്പുറത്ത് പറമ്പിലൊക്കെ ചെന്ന് സാധനങ്ങൾ പറിച്ച് കഴിക്കുന്നത്. അപ്പോൾ ഇവിടെ ആപ്പിൾ ട്രീസ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പോയിറ്റിൻ്റെ ആപ്പിൾ ട്രീസ് അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും ആപ്പിൾ ട്രീസിന് അത് ചെയ്യാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ. ഹ്യൂമൻ ബീങ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതായത് ട്രീസ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നു. അതാണ് പേഴ്സോണിഫിക്കേഷൻ. ഹ്യൂമൻ ബീങ്സിന് മാത്രം പറ്റുന്ന കാര്യങ്ങൾ വേറെ പലതിനും ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് പേഴ്സോണിഫിക്കേഷൻ. ഇവിടെയും യൂസ് ചെയ്തേക്കുന്നത് പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്. താങ്ക് യു.